നമസ്കാരം, വണക്കം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ രേണു സുധി ഇപ്പോൾ തുടർച്ചയായിട്ട് എയറിലാണല്ലോ. സുധി മരിച്ചിട്ട് 2 വർഷമാകുന്നു. സുധിയുടെ വീട്ടിൽ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഓർമ്മ ദിവസത്തിൻ്റെ ഫങ്ഷൻസൊക്കെ നടന്നിരുന്നത്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ആകെ നിറഞ്ഞ് നിൽക്കുന്ന നമ്പർ 1 കണ്ടന്റ് മേക്കറാണ് ഈ രേണു. പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുവാനായിട്ട് നന്നായിട്ട് അറിയാം. ഇന്നത്തെ കാലത്ത് ലൈം ലൈറ്റിലൊക്കെ പിടിച്ചു നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ എന്ത് രീതിയിൽ റിയാക്ഷൻ വന്നാലും രേണു അത് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിങ്ങിനായിട്ടും ലൈം ലൈറ്റിൽ നിൽക്കുവാനായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അത് അവരവരുടെ ഇഷ്ടമനുസരിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാം, അത് അവരുടെ തീരുമാനം. എന്നാൽ അതിനുള്ള സാഹചര്യമൊക്കെ നോക്കിയും കണ്ടും ചെയ്യുന്നതാണ് നല്ലത്. സുധിയുടെ ഓർമ്മ ദിവസവും അങ്ങനെ രേണു അവിസ്മരണീയമാക്കി. സുധിയുടെ 2ാം ആണ്ടിനോടനുബന്ധിച്ചിട്ടാണ് രേണുവും കൂട്ടുകാരും അടിപൊളി കലാപരിപാടികളൊക്കെ കാഴ്ചവെച്ചത്. ഒരുമാതിരി കല്യാണം ക്ഷണിക്കുന്നത് പോലെയൊക്കെ ആയിരുന്നു ചടങ്ങുകളൊക്കെ നടന്നത്. വേറെ എന്തായിരുന്നാലും ശരി, ഈ ഒരു കാര്യം പറയാതിരിക്കാനായിട്ട് വയ്യ. കാരണം ഫോട്ടോഷൂട്ട്, പിന്നെ ഫുഡ് കൊടുക്കുന്നത്, അതൊക്കെ ഒരു വശത്ത്. മറുഭാഗത്തോ നമ്മുടെ അലൻ ജോസ് പെരേരയുടെ ഉഗ്രൻ ബ്രേക്ക് ഡാൻസും ഒക്കെ ആയിരുന്നു. അതും സുധിയുടെ ഓർമ്മ ദിവസമാണ്. പെരേരയുടെ ഈ അടിപൊളി ബ്രേക്ക് ഡാൻസ്, അതുകൂടാതെ ഈ ബ്രേക്ക് ഡാൻസ് കണ്ടിട്ട് രേണു കൈയടിക്കുന്ന രംഗവുമൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രേണു ഇതിന് കൂട്ടുനിൽക്കുന്നതായിരുന്നു. നല്ല ആഘോഷമാക്കിയിരിക്കുന്നു ഈ 2ാമത്തെ ആണ്ടിന്. ആ ഓർമ്മ ദിവസം നടന്നത്, അതിനോടനുബന്ധിച്ചിട്ട് ധാരാളം വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. നമ്മൾക്ക് ഒന്നൊന്നായിട്ട് ഇത് കാണാം. ആദ്യം പെരേരയുടെ പരിപാടിയിൽ നിന്നും തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടാൽ അറിയാം, ഭയഭക്തി ബഹുമാനത്തോടെ സുധിയുടെ ഫോട്ടോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് കണ്ണൊക്കെ തുടയ്ക്കുന്നു പെരേര. അപ്പം ഇത് കാണുമ്പോഴേക്കും എല്ലാവരും വിചാരിക്കും, പാവം എന്തൊരു വിഷമമാണ് ഈ പുള്ളിക്കാരന് ഈ ഓർമ്മ ദിവസത്തിൽ ഇതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയൊക്കെ കാണുമ്പോഴേക്കും. പക്ഷേ അടുത്തത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, ഇത് കഴിഞ്ഞിട്ട് ഉടനെയായിരുന്നു ഈ അടിപൊളി ബ്രേക്ക് ഡാൻസ്. മുംബൈ നാളെ റിലീസാണല്ലോ, എല്ലാരും തന്നെ നാടം മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6 റിലീസ്. അപ്പോൾ അതും ഈ ഛോട്ടാ മുംബൈയുടെ റിലീസ് പ്രൊമോ ആണ് പുള്ളി കാണിക്കുന്നത്. ഇനി ഈ ഡാൻസ് കണ്ട രേണുവിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. മുംബൈ നാളെ റിലീസാണല്ലോ, എല്ലാരും തന്നെ നാടം മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6 റിലീസ്. രേണുവിന് ഇതെങ്കിലും ഒന്ന് വിലക്കാമായിരുന്നു. ഡാൻസും കാര്യങ്ങളുമൊക്കെ അതൊന്നും തെറ്റായിട്ടുള്ള പരിപാടിയല്ല. അതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് ഡാൻസ് വേണമെങ്കിലും കളിക്കാം. പക്ഷെ അതിന് അവർ കണ്ടുപിടിച്ച ഒരു ദിവസം തെറ്റായിപ്പോയി. ഇത് വേറെ ഒരു ദിവസം മാറ്റി വെച്ചിട്ട് ഇതൊക്കെ അങ്ങ് ചെയ്യാമായിരുന്നു. ഇനി നമുക്ക് വേറൊരു വീഡിയോ കണ്ടിട്ട് വരാം.
ഇതിലും ഈ ഓൺലൈൻ മീഡിയക്കാർ പലരും വിചാരിക്കും ഇവർ ഇടിച്ചു തള്ളി കയറി വന്നതാണെന്നുള്ളത്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ രേണുവാണ് അവരെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. കുറിച്ച് പറയാൻ സത്യം പറഞ്ഞാൽ ഞാനത് ഓർക്കാതാണ്. ഇത്രയും നേരം ഒരു ഷൂട്ടിലായിരുന്നു, അത് ഓർത്ത് കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആകും. നാളത്തെ എന്ന് പറഞ്ഞാൽ 2 വർഷം മുന്നേ ഈ ഒരു സമയത്ത് സ്വിച്ചാണുണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിലുണ്ട്, തലേന്നും എല്ലാം ഉണ്ടായിരുന്നു. ആൾ പ്രോഗ്രാമിന് പോയിട്ട് ഈ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ലാസ്റ്റ് വിളിച്ചത് എന്നെ പ്രോഗ്രാമിന് കയറുവാന്ന് പറഞ്ഞ ഒരു 7:30 വിളിച്ച് അവിടെ ഞാൻ സ്റ്റേജിൽ കയറുവാന്ന് വിളിച്ചു. അപ്പം ആൾ സ്റ്റേജിൽ കയറി. അത് കഴിഞ്ഞ് ലാസ്റ്റ് വിളിച്ചത് 12 മണി 1 മണിയൊക്കെ കയറുക, കാറിൽ കയറുവാന്ന് പറഞ്ഞ് വിളിച്ചു. വീഡിയോ കോളും ചെയ്തു, കുഞ്ഞിനെയും കണ്ടു. പിറ്റേ ദിവസമാണ് അറിയുന്നത്. അപ്പം നാളെ ഈ സമയത്തോടെ എടുക്കുമ്പോഴത്തേന് നമ്മൾ അറിയുമായിട്ട് പോയെന്നാൽ 2 വർഷത്തെ മുന്നത്തെ കഥയാണ് ഞാൻ. പിന്നെ ഈ രേണു ഇതിൽ പറയുന്നുണ്ട്, സുധി അവസാനം രേണുവിന് വീഡിയോ കോൾ ചെയ്തതും സംസാരിച്ചതും പിന്നെ അടുത്ത ദിവസം വൈകുന്നേരത്തോടെ ഈ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത വന്നതും അതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് രേണുവിനും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി നിങ്ങൾ കാണൂ, അതൊരു ഫോട്ടോഷൂട്ടാണ്. അത് കണ്ടാലേ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു പൂർണ്ണ രൂപം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അതിൽ വന്നിട്ട് ഈ ഫുഡ് വാരി കൊടുക്കുന്ന ആളും പുള്ളിയുടെ ഫാമിലിയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടാണ്. ഇപ്പോൾ രേണുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരുപാട് ജീവിതത്തിലെ പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളൊരു സാഹചര്യം അതിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ സത്യമായിരിക്കാം. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി അഭിനയ രംഗം സ്വീകരിച്ചു. ഒരുപാട് റീൽസിലും ഫോട്ടോഷൂട്ടിലും പല കാര്യങ്ങളിലുമൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നത് വഴി ഒരുപാട് വിവാദങ്ങളൊക്കെ അതിനെക്കുറിച്ചിട്ട് ഉണ്ടായി. അതൊക്കെ ശരിയാണ്, അതൊക്കെ അവരുടെ തീരുമാനം, അവരുടെ ജീവിതം, അവരുടെ ഇഷ്ടം. പക്ഷെ ഒന്നുമില്ലെങ്കിലും ഈ സുധിയുടെ ഓർമ്മ ദിവസം അതെങ്കിലും ഇവർക്ക് സുധിക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാമായിരുന്നു. ബാക്കി കാര്യങ്ങൾ വേറൊരു ദിവസം ചെയ്യാമായിരുന്നു. പിന്നെ ഇതിനൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറയാനുണ്ടായിരിക്കും, അത് വേറെ വിഷയം. പക്ഷേ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് ഒരു സമൂഹത്തിലല്ലേ. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. സമൂഹത്തിലെ ചില നിയമങ്ങളും ചിട്ടകളും ഒക്കെ പാലിച്ചിട്ടാണ് ഒരു സമൂഹത്തിലെല്ലാവരും ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഈ ഓർമ്മ ദിവസം ഇതുപോലത്തെ ആഘോഷങ്ങളൊക്കെ കാണിക്കുന്നത് ശരിയാണോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇനി പുള്ളിക്കാരി ചോറ് വാരി കൊടുക്കുന്ന ഒരു കാഴ്ച കൂടെ കണ്ടിട്ട് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ചേച്ചി വായിട്ടിരുന്നു ചേച്ചി അനിയത്തിക്ക് കൂടെ കുഞ്ഞിനെ കൊടുക്കുവേ, അച്ഛന് കൊടുക്കുവേ. അച്ഛൻ ഓക്കെ പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ രേണു ആ വിഷമങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ സന്തോഷവതിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു, അതാണ് ന്യായം എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. കാരണം അതൊക്കെ ആലോചിച്ചിട്ട് ഇന്നും ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഭർത്താവിൻ്റെ നഷ്ടം അതൊക്കെ അതിജീവിച്ചിട്ട് ജീവിതം സന്തോഷമാക്കണം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയും ചില ആൾക്കാരുടെ അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് തുറന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്ത ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ആ ലൈക്ക് കൂടെ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു വീഡിയോവുമായിട്ട് അടുത്ത ദിവസത്തിൽ കാണാം.